തമിഴക രാഷ്ട്രീയത്തെ തിരുത്തിക്കുറിക്കാനിറങ്ങിയ സൂപ്പർ സ്റ്റാറുകൾ ജനനേതാക്കളായ തമിഴകത്തിന്റെ പുതിയ തലൈവരാകാൻ ഇറങ്ങിത്തിരിച്ച നായകൻ. വെള്ളിത്തിരയിൽ കത്തി നിൽക്കുമ്പോഴും സെലിബ്രിറ്റി ജീവിതം ഉപേക്ഷിച്ച് ജനങ്ങൾക്കിടയിലേക്കിറങ്ങിയ വിജയുടെ രാഷ്ട്രീയം എന്താണ്? വൻ ജനസാഗരത്തെ സാക്ഷി നിർത്തി തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയ് സംസ്ഥാന വ്യാപകമായുള്ള രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. സമീപകാലത്തുദിച്ച ശത്രുക്കൾക്കോ കാലങ്ങളായുള്ള ശത്രുക്കൾക്കോ DMK ഒരു തരത്തിലും തൊടാനാകില്ലെന്ന് MK സ്റ്റാലിൻ ആവർത്തിച്ച് പറയുമ്പോഴും തമിഴകം കൈനീട്ടി സ്വീകരിച്ച നേതാക്കന്മാരുടെ ഭാഗ്യ ഇടത്തിൽ നിന്നാണ് വിജയ് തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് വിജയ് യാത്രയുടെ തുടക്കം തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചത്? അതിന് പിന്നിലും വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയമുണ്ട്. തന്തൈ പെരിയാർ ജീവിച്ചിരുന്ന സ്ഥലം. 1956 DMK സ്ഥാപകൻ CN അണ്ണാദുരൈ തന്റെ സ്വന്തം മണ്ഡലമായ കാഞ്ചീപുരത്ത് നിന്ന് മാറി മത്സരിക്കാൻ തെരഞ്ഞെടുത്ത മണ്ഡലം തിരുച്ചിറപ്പള്ളിയാണ്. AIDMK പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സാക്ഷാൽ MGR എന്ന MG രാമചന്ദ്രൻ പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിന് വേദി നിശ്ചയിച്ചതും തിരുച്ചിറപ്പള്ളിയിലാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടാണ് ആദ്യ പര്യടനം നടത്തുമ്പോൾ തിരുച്ചിറപ്പള്ളിയെ തിരഞ്ഞെടുക്കാൻ വിജയ് തയ്യാറായത്. മാത്രമല്ല MGR തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രയാണം ആരംഭിച്ച തിരുച്ചിറപ്പള്ളിയിൽ വെച്ചുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞ വിജയ് ലക്ഷ്യമിടുന്നത് ഒന്നു മാത്രമാണ്: തമിഴകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ മുന്നേറ്റം. DMKക്ക് ശക്തമായ വെല്ലുവിളി ഒരുക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. വിജയുടെ രാഷ്ട്രീയ പ്രചരണ യാത്രയിൽ ഇരമ്പിയാർക്കുന്ന ജനക്കൂട്ടം തമിഴ്നാട് ഭരിക്കുന്ന DMKയും പ്രതിപക്ഷത്തുള്ള AIDMKയും ദേശീയ പാർട്ടികളായ കോൺഗ്രസിനെയും BJPയെയും ചെറുതായല്ല ആശങ്കയിലാക്കിയത്. പരമ്പരാഗതമായി ദ്രാവിഡ പാർട്ടികൾ സ്വീകരിച്ചു വന്ന രീതികളെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയ ശൈലി പരീക്ഷിച്ചാണ് വിജയ് തന്റെ പര്യടനം തുടങ്ങിയത്. വാരാന്ത്യങ്ങളിൽ മാത്രം പര്യടനം, പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ. സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ജോലിയും മറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് പുതിയ പരീക്ഷണം. 234 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുകയാണ് പ്രമുഖ പാർട്ടികളെല്ലാം സാധാരണയായി ചെയ്യുന്നത്. എന്നാൽ 38 ജില്ലകളിൽ സമ്മേളനം നടത്തുക എന്നതാണ് വിജയ് സ്വീകരിച്ച പുതിയ രീതി. അതിനും ചില കാരണങ്ങളുണ്ട്. ഒരു തരത്തിലും തന്റെ രീതികളും തീരുമാനങ്ങളും പൊതുജനങ്ങൾക്ക് ശല്യമാകരുതെന്ന ദൃഢനിശ്ചയമാണ് പഴയ രീതികളിൽ നിന്ന് മാറി നടക്കാൻ വിജയെ പ്രേരിപ്പിച്ചത്. 1967 കോൺഗ്രസിനെ അട്ടിമറിച്ച് അണ്ണാദുരൈയും 1977 DMKയെ പരാജയപ്പെടുത്തി MGRും അധികാരത്തിലെത്തിയിരുന്നു. ഇത്തരത്തിലൊരു രാഷ്ട്രീയ മാറ്റമാണ് 2026 വിജയ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടിന്റെ ഭൂപടത്തിന് മുകളിലായി വിജയുടെ ചിത്രം ഉയർത്തി "നിങ്ങളുടെ വിജയ് ഞാൻ വരുന്നു" എന്ന ടാഗ് ലൈൻ ഉയർത്തിയുള്ള പ്രചാരണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചില ചരിത്രങ്ങൾ ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പും വിജയ് എന്ന പുതിയ രാഷ്ട്രീയക്കാരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, സിനിമയും രാഷ്ട്രീയവും പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന മണ്ണാണ് തമിഴകത്തിൻ്റെത്. എന്നാൽ MGRനും ജയലളിതയ്ക്കും കരുണാനിധിക്കും ശേഷം സിനിമയിൽ നിന്നും തമിഴ്നാടിന് മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ശിവാജി ഗണേശൻ, വിജയകാന്ത്, ശരത് കുമാർ, കമൽഹാസൻ എന്നിവർ ഭാഗ്യം പരീക്ഷിക്കാൻ തുനിഞ്ഞെങ്കിലും കാലിടറി വീഴുകയായിരുന്നു. എന്നാൽ കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. ആശയപരമായി തന്റെ ശത്രു DMK ആണെന്നും രാഷ്ട്രീയപരമായ ശത്രു BJP ആണെന്നും പ്രഖ്യാപിച്ച വിജയ് AIDMKക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടിയിരുന്നില്ല ആദ്യം. എന്നാൽ മധുരൈ സമ്മേളനത്തിൽ വിജയ് ഈ വിമർശനം നികത്തിക്കൊണ്ട് അണ്ണാ DMKക്കെതിരെ ആഞ്ഞടിച്ചു. അടിത്തറ നഷ്ടപ്പെട്ട അണ്ണാ DMKയുടെ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാനാണ് ഈ നീക്കമെന്നും വിലയിരുത്തലുണ്ടായി. പക്ഷേ DMKയുമായി നേരിട്ട് കൊമ്പുകോർക്കാനുള്ള രാഷ്ട്രീയ ദൃഢത നിലവിൽ TVKയ്ക്ക് കൈവന്നിട്ടില്ല. അത് മറികടക്കാനും തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാനുമുള്ള ആദ്യ പടിയായിരുന്നു സ്റ്റാലിൻ അങ്കിൾ എന്ന വിമർശനം. പക്ഷേ അതിനെല്ലാം അപ്പുറമാണ് അണ്ണാ DMKയുടെ പതനം തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ വിടവ് നികത്താനുള്ള നീക്കം. ഇത് മുന്നിൽ കണ്ടാണ് വീണ്ടും ഒരു MGR ഉയർന്നു വരുമെന്ന സൂചന നൽകി പര്യടന ബസ്സിൽ MGRന്റെ ചിത്രം വിജയ് സ്ഥാപിച്ചത്. ദ്രാവിഡ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച നേതാക്കളെ സമ്മാനിച്ച തിരുച്ചിറപ്പള്ളിയിലെ മണ്ണിൽ നിന്ന് തുടക്കം കുറിച്ച മാറ്റത്തിന്റെ യാത്രക്കേറ്റ കനത്ത പ്രഹരമായി പക്ഷേ ഈ കരൂറിലെ ദുരന്തം മാറിയിരിക്കുകയാണ്. താരത്തിളക്കത്തിൽ നിന്ന്
വലിയ വെല്ലുവിളികൾ നിറഞ്ഞ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രയാണത്തിനിടെയാണ് ഇപ്പോഴുണ്ടായ ഈ അപ്രതീക്ഷിത ദുരന്തം. ഇപ്പോൾ വരെ 40 ജീവനുകൾ അപഹരിച്ച കരൂറിലെ ദുരന്തം ഉയർത്തിയുള്ള രാഷ്ട്രീയ വെല്ലുവിളികൾ സൂപ്പർ താരം എങ്ങനെ മറികടക്കും? അതത്ര എളുപ്പമല്ലെന്ന് വിജയിക്കും TVKയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ ഇത് ബാധിക്കുമെന്ന രാഷ്ട്രീയ ആകാംക്ഷ മാത്രമാണ് ഇനി തമിഴക മണ്ണിൽ അവശേഷിക്കുന്നത്.